സെൻകുമാർ സാർ, ഈ പൊളിറ്റിക്കൽ പണ്ഡിറ്റ്സിൻ്റെ ദാസ്യപ്പണി ചെയ്യാത്ത പോലീസുകാർ നമുക്കത് സ്വപ്നം കാണാൻ പറ്റുമോ? ഇപ്പോൾ താങ്കൾക്കൊക്കെ സുപ്രീം കോടതി വരെ പോകേണ്ടി വന്നത് അതുകൊണ്ടാണ്. നെഞ്ച് വിരിച്ച് പ്രവർത്തിച്ചു, നട്ടെല്ല് വളച്ചില്ല. പക്ഷേ നോക്കൂ, ഈ അജിത് കുമാർ തന്നെ, അദ്ദേഹം വിജിലൻസിൻ്റെ ഡയറക്ടറായിരിക്കുന്ന സമയത്താണ് സ്വപ്ന സുരേഷിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സരിത്തിനെ അദ്ദേഹത്തിൻ്റെ വിജിലൻസ് പോലീസാണ് പോയി പിടിച്ചുകൊണ്ട് പോയത്. അന്ന് ആ നടപടിയെ തുടർന്ന് ഒരാഴ്ചയോ മറ്റോ സസ്പെൻഷനിലായിരുന്നു. പിന്നെ അദ്ദേഹത്തിന് സ്വർണ്ണത്തളികയിലാണ് ഈ ADGP ലോ ആൻഡ് ഓർഡർ ആ ചുമതല കൈമാറിയത്. അപ്പോൾ നോക്കൂ, രാഷ്ട്രീയ നേതൃത്വത്തിന് ആവശ്യം അവർ പറയുന്നത് എന്തും നടപ്പിലാക്കുന്ന ആളുകളെയാണ്. അജിത് കുമാർ അങ്ങനെയായിരുന്നു, വളരെ ഒബീഡിയൻ്റ് ആയിട്ടുള്ളൊരു ഡോഗായിരുന്നു. അത് പരമാവധി അദ്ദേഹത്തെ ഉപയോഗിച്ചു, അല്ലേ? ഇനിയും ഒരുപക്ഷെ ആവശ്യമുണ്ടായിരിക്കാം. കാരണം ഈ പല അന്തർനാടകങ്ങളെക്കുറിച്ചും അറിയാവുന്നൊരു വ്യക്തിയായിരിക്കാം അദ്ദേഹം. അതുകൊണ്ട് തന്നെ നേരത്തെ ഹരിദാസ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരുപക്ഷെ ഈ അന്വേഷണം പ്രഹസനമാണ്. കാരണം ഒരേ റാങ്കിലുള്ളവരെ കൊണ്ടൊക്കെയാണ് അന്വേഷിപ്പിക്കുന്നത്. ഇവർക്ക് പരസ്പര ബന്ധം ഉണ്ടായിരിക്കാം. അന്വേഷണത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമുക്കിപ്പോൾ തന്നെ ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷം ഇവർ തന്നെ വീണ്ടും ഈ കസേരകളിൽ തിരിച്ചെത്തില്ലേ? ഇതിൽ നമ്മൾ കാണേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പ്രകാശ് സിംഗ് കേസിൽ, ഞാനൊക്കെ ആശ്രയിച്ചിരുന്ന പ്രകാശ് സിംഗ് കേസിൽ ഉണ്ടായ ഒരു തെറ്റായ പ്രവണതയാണ്. ആ പ്രകാശ് സിംഗ് കേസിൻ്റെ ആക്ച്വലി DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന 3 പേരിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കാനായിരുന്നു നിർദ്ദേശം ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ADGP റാങ്കിലുള്ള 30 വർഷം സർവീസുള്ള എല്ലാവരിൽ നിന്നും എടുത്തിട്ടാണ് ഈ DGPയെ തിരഞ്ഞെടുക്കാൻ പാനൽ ഉണ്ടാക്കുന്നത്. വാസ്തവത്തിൽ അതിലൊരു കണ്ടീഷൻ വേണ്ടതായിരുന്നു. ഈ 3 പേരുടെ പാനൽ, 3 പേര് ക്ലിയർ ആയിട്ടുള്ളവരുടെ പാനൽ എടുത്താൽ അതിൽ സീനിയർ മോസ്റ്റ് ആയിരിക്കണം DGP എന്നൊരു നിർദ്ദേശം വേണ്ടതായിരുന്നു. അങ്ങനെ വരികയാണെങ്കിൽ കുറേയും കൂടി കൺട്രോൾ അവർക്ക് ഉണ്ടാക്കാമായിരുന്നു. പിന്നെ മറ്റൊരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ 2 വർഷം സർവീസ് കിട്ടുന്ന DGP കുറേ കൂടി തത്വദീക്ഷ പാലിച്ച്, അതായത് കുറച്ചുകൂടി ധൈര്യമൊക്കെ സംഭരിച്ച്, എന്നെ പെട്ടെന്നൊന്നും മാറ്റാൻ സാധിക്കുന്ന ഒരാളല്ല, അതുകൊണ്ട് എൻ്റെ കീഴിൽ ഉള്ള സംവിധാനത്തിന് രാഷ്ട്രീയ ഇടപെടലുകൾ കഴിയുന്നത്ര കുറയ്ക്കും, മനുഷ്യന് നീതി നൽകുന്ന വിധത്തിൽ പ്രവർത്തിക്കും, എൻ്റെ താഴെയുള്ള ഓഫീസർമാർക്ക് ഞാൻ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും, അവർ രാഷ്ട്രീയമായിട്ടുള്ള കൈക്കോടാലികളാകാൻ സാധ്യതയിൽ ഇല്ലാത്ത വിധത്തിൽ ഞാൻ കൺട്രോൾ ചെയ്യണമെന്ന് വിചാരിക്കുക കൂടി വേണം. അപ്പോൾ ഈ 2 വർഷം പീരീഡ് കൊടുത്ത് ചീഫ് സെക്രട്ടറിക്ക് അത് കൊടുക്കുന്നില്ല. ചീഫ് സെക്രട്ടറി 1 മാസം ഉള്ള സമയത്ത് വന്നാലും 1 മാസം കൊണ്ട് അത് അദ്ദേഹം റിട്ടയർ ചെയ്യുകയാണ്. ആ സമയം ഒരു DGP ആയിട്ട് വന്നാൽ മിനിമം 2 വർഷത്തേക്കുള്ള എൻഷുർ ചെയ്ത് കൊടുക്കുകയാണ് സുപ്രീം കോടതി ചെയ്തത്. അപ്പോൾ അങ്ങനെ വരുന്ന DGPമാർ ആ 2 വർഷത്തെ കാലത്തേക്ക് നിങ്ങളുടെ കീഴിൽ ശരിയായ ഭരണം നടക്കുന്നു എന്ന് ഉറപ്പാക്കണം. അത് ഉറപ്പാക്കാൻ വേണ്ടിയാണ് ആ പ്രൊട്ടക്ഷൻ സുപ്രീം കോടതി കൊടുത്തത്. അതിപ്പോൾ നടപ്പാവുന്നില്ല എന്നുള്ളതാണ് കഷ്ടകരമായിട്ടുള്ളൊരു അവസ്ഥ വന്നിരിക്കുന്നത്. അതൊന്ന്. രണ്ടാമത്, തീർച്ചയായിട്ടും വളരെയധികം രാഷ്ട്രീയക്കാർക്ക്, ഏകദേശം ഞാനൊരു പെർസെൻറ്റേജ് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 90-95% രാഷ്ട്രീയക്കാർക്കും താല്പര്യം അവർ പറയുന്നത് അനുസരിക്കുന്ന ഉദ്യോഗസ്ഥന് തന്നെയാണ്. അവർ എന്ത് പറഞ്ഞാലും, തെറ്റ് പറഞ്ഞാലും ശരി പറഞ്ഞാലും വേറെ എന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന, അതിന് എതിർപ്പില്ലാത്ത ഒരു ഉദ്യോഗസ്ഥനെയാണ് അവർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. നമുക്ക് നോക്കിയാലേ അറിയാം, എല്ലാ ഭരണകൂടങ്ങളും LDF ആയാലും UDF ആയാലും ഒക്കെ ഒരുമിച്ചിരിക്കുന്ന ചില ഉദ്യോഗസ്ഥരെ നമുക്ക് കാണാൻ പറ്റും. കാരണം അവർക്കൊന്നും ഈ ജനാധിപത്യത്തിലെ താങ്ങി നിർത്തുന്ന ഭരണഘടനയോടോ ആ നിയമങ്ങളോടോ അല്ല അവർക്കുള്ള താല്പര്യമുള്ളത്. അവർ അതാത് സമയത്ത് രാഷ്ട്രീയക്കാർ പറയുന്നത് 100% അനുസരിക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു നിലയിലേക്ക് മാറുകയും ഇപ്പോൾ താഴെയുള്ള പല ഉദ്യോഗസ്ഥന്മാരും മുകളിലുള്ള ഉദ്യോഗസ്ഥന്മാരെ ഓവർടേക്ക് ചെയ്ത് അവർക്ക് സ്വന്തമായ രീതിയിൽ കാര്യങ്ങൾ നിർവഹിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ കണ്ടതാണ്, ഇപ്പോൾ ADGP
ലോ ആൻഡ് ഓർഡറിന് മാത്രം ഒരു IPS ഉദ്യോഗസ്ഥൻ സഹായിയായിട്ട് കൊടുക്കുക. മറ്റൊരു സ്ഥലത്തും ഇല്ലേ അത്. ഇപ്പൊ ആകെ കൂടി ഒരു IAS ഉദ്യോഗസ്ഥൻ സഹായിക്കാനുള്ളത് ചീഫ് സെക്രട്ടറിയെ മാത്രമാണ്. കാരണം ചീഫ് സെക്രട്ടറിയുടെ ഓഫീസ് നോക്കാനായിട്ട് അദ്ദേഹത്തെ സഹായിക്കാനായിട്ട് ഒരു IAS ഉദ്യോഗസ്ഥനുണ്ട്. ഇത് പരമ്പരാഗതമായിട്ടുണ്ടായിരുന്നതാണ്. ഇത് DGPക്ക് പോലും അങ്ങനെ ഒരു IPS ഉദ്യോഗസ്ഥന് DGPയുടെ അങ്ങനെ ഒരു പേഴ്സണൽ സഹായിയായിട്ടില്ല. അപ്പൊ അതൊക്കെ ഉണ്ടാക്കുക. അപ്പം പുതുതായിട്ട് ഒരു സീനിയർ DYSPയെ വേണ്ട കാര്യമാണ്. ഒരു IG-യുടെ കൂടെ സഹായിക്കാനായിട്ടുണ്ടായിരുന്നത് ഒരു സർക്കിൾ ഇൻസ്പെക്ടറാണ്. അപ്പോൾ ഒരു ADGPയുടെ കൂടെ സഹായിക്കാൻ പരമാവധി ഉണ്ടാവേണ്ടത് ഒരു DYSP ആണ്. ആ DYSPക്ക് പകരം ഒരു IPS ഉദ്യോഗസ്ഥന് തന്നെ ADG ലോ ആൻഡ് ഓർഡറിന് സഹായിക്കാൻ ഉണ്ടാക്കുക. അപ്പം ഇങ്ങനെ ഇല്ലാത്ത കുറേ അധികം കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ ഉണ്ടാകുന്ന കാര്യങ്ങളിൽ നിന്ന് മറ്റ് സീനിയർ ഉദ്യോഗസ്ഥന്മാരെ എല്ലാം അവഗണിക്കാമെന്നുള്ള ഒരു തൻ്റെ ഇടം, ഒരു അഹങ്കാരം ഉണ്ടാക്കിയെടുക്കുക. ആ അഹങ്കാരത്തിൻ്റെ ചുവട് പിടിച്ച് ബാക്കി എല്ലാവരെയും ഉപദ്രവിക്കാൻ നടക്കുക. ആ ഉപദ്രവത്തിൻ്റെ മേഖലകളിൽ താഴെ തലത്തിലുള്ള ഉദ്യോഗസ്ഥരും മിഡിൽ ഓർഡറിലുള്ള ഉദ്യോഗസ്ഥരും മുതിർന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥരും എല്ലാം വരിക. അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ ഈ സിസ്റ്റം ടോട്ടലി ഇല്ലാതായി പോകുക. അങ്ങനെ ആ സിസ്റ്റത്തിന് ആൾറെഡി രാഷ്ട്രീയത്തിൻ്റെ പിടുത്തത്തിൽ നിന്ന് ആകെ അമ്പരന്ന് നിൽക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് ആ രീതിയിൽ ഒരു ഉദ്യോഗസ്ഥൻ പെരുമാറിയാൽ തീർച്ചയായിട്ടും ആ സിസ്റ്റം ടോട്ടലി തകർന്നു പോകും. അങ്ങനെയാണ് കേരള പോലീസ് ഇപ്പോൾ ഇത്രയും തകർച്ചയുടെ വക്കിൽ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്? ഇപ്പം PV അൻവർ ആ പരാതി റിട്ടേൺ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെ സംബന്ധിച്ച് ഒരു NIA അല്ലെങ്കിൽ CBI അന്വേഷണം ഏർപ്പെടുത്തുക. രണ്ടാമത് PV അൻവർ പറയുന്നത് ശരിയല്ലെങ്കിൽ അജിത് കുമാർ PV അൻവറിനെതിരെ ഡിഫമേഷൻ കേസ് കൊടുക്കാനായിട്ട് ഗവൺമെൻറ് അനുമതി കൊടുക്കുക. അജിത് കുമാർ PV അൻവറിനെതിരെ ഡിഫമേഷൻ കേസ് കൊടുത്ത് അത് സ്ഥാപിക്കട്ടെ, ആ PV അൻവർ പറഞ്ഞതെല്ലാം തെറ്റാണെന്ന്. ഇങ്ങനെ ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്ത് ഈ കാര്യങ്ങളിൽ ഒരു കൃത്യത വരണ്ടേ? ഇതിപ്പോൾ ഏതാണ് നമ്മൾ വിശ്വസിക്കുന്നത്? ഇയാൾ മർഡർ കേസിലെ പ്രതിയാണെന്നുള്ള കാര്യം നമ്മൾ വിശ്വസിക്കണോ? അതല്ലെങ്കിൽ ഈ സ്വർണം പൊട്ടിക്കുന്ന സംഘത്തിൻ്റെ നേതാവാണെന്ന് നമ്മൾ വിശ്വസിക്കണോ? അപ്പോൾ അതിനൊരു തീർപ്പുണ്ടാവണ്ടേ? ആ തീർപ്പുണ്ടാവണമെങ്കിൽ ഒരു ഇൻഡിപെൻഡന്റ് ഏജൻസി, ഇത്രയും ഹയർ ലെവലിലുള്ള ഒരു ഓഫീസറെ പറ്റി ഒരു ഭരണകക്ഷി MLA തന്നെ പരാതി പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു ഏജൻസി, അതല്ലെങ്കിൽ ഇതേപ്പറ്റി ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തുക. ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തിയാൽ ജുഡീഷ്യൽ അന്വേഷണത്തെക്കാളും എഫക്റ്റീവ് ആകുക ഒരു NIA അന്വേഷണമോ അതല്ലെങ്കിൽ ഒരു CBI അന്വേഷണമോ ഒക്കെ ആയിരിക്കും. അതുപോലെ തന്നെ അതിന് തയ്യാറല്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡിഫമേഷൻ കേസ് ഉണ്ടാക്കണം. അപ്പം അതുകൊണ്ട് എനിക്ക് ഈ പറയുന്ന പോലെ ഇപ്പോൾ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ മാറ്റാൻ ചീഫ് മിനിസ്റ്റർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് P. ശശിയെ മാറ്റാൻ വേണ്ടി അതിന് ഉന്നം വെച്ചിട്ട് അജിത് കുമാർ വഴി P. ശശിയെ മാറ്റേണ്ട ആവശ്യമൊന്നും ചീഫ് മിനിസ്റ്റർക്ക് ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ചീഫ് മിനിസ്റ്റർക്ക് ഇഷ്ടമല്ലെങ്കിൽ ആ മിനിറ്റിൽ മാറാവുന്ന ഒരാളാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി. അത്രേ എനിക്ക് മനസ്സിലാവുന്നുള്ളൂ. അതുകൊണ്ട് P. ശശിയെ മാറ്റാൻ വേണ്ടി ഇത്രയും വളഞ്ഞ വഴി സ്വീകരിക്കേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ ഇവിടുത്തെ പോലീസ് സിസ്റ്റം മുഴുവൻ നശിച്ചു പോയിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ ഹൈറാർക്കിയൽ കൺട്രോൾ മുഴുവൻ പോയിരിക്കുന്നു. അതിൽ ഭരണഘടനയോടും നിയമത്തോടുമുള്ള ബാധ്യത ഇല്ലാതായിരിക്കുന്നു. അങ്ങനെയുള്ള കുറേ വളരെ ഭീഷണങ്ങളായുള്ള കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ആ ഭീഷണങ്ങളായ കാര്യങ്ങളെ മാറ്റി അത് ഭരണഘടനയ്ക്കും നിയമത്തിനും നീതിക്കും അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒന്നാക്കിയെടുക്കാനായിട്ടുള്ള അടിയന്തര നടപടികളാണ് ഇപ്പോൾ വേണ്ടത്. ഓക്കെ സർ.